Dear CA inter students, ഓൾസോ ഫൗണ്ടേഷൻ എക്സാം എഴുതി റിസൾട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം, സി എ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം, സി എ ഇൻ്ററിന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. അപ്പം നിങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നത്. ഒന്ന്, നിങ്ങളുടെ സി എ ഇൻ്ററിൻ്റെ ഓഡിറ്റ് ഫാക്കൾട്ടി ഞാനായിരിക്കും, അപ്പോൾ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതുപോലെ സി എ ഇൻ്ററിലെ ഓഡിറ്റിലെ കുറച്ച് കൺസെപ്റ്റുകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൺസെപ്റ്റുകളൊക്കെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ. അപ്പോൾ സി എ ഇൻ്ററിൽ നിങ്ങൾക്ക് 6 സബ്ജക്ട്സ് ആണുള്ളത്. ബാക്കി സബ്ജക്ട്സിൻ്റെ എല്ലാം ബ്രിഡ്ജ് ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ അക്കൗണ്ട്സും ലോയും ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ കോസ്റ്റിങ്ങും FM/SM കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഉള്ളൊരു പേപ്പറാണ് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്. ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഹൈലി റെലവൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ് ഫോർ എ സി എ ഇൻ്റർ പ്രിപ്പറേഷൻ. ബിക്കോസ് ഒന്നാമത് നമ്മളുടെ പേര് തന്നെ ഓഡിറ്റർ എന്നാണല്ലോ. അപ്പോൾ ഓഡിറ്ററായ നിങ്ങൾ എന്തൊക്കെയാണ് ഓഡിറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്പേസിൽ ചെയ്യുന്നത് എന്ന് കൃത്യമായി പഠിക്കുന്ന, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ച് തരുന്ന സബ്ജക്റ്റാണ് ഓഡിറ്റിംഗ്. അപ്പോൾ ഓഡിറ്റിങ്ങിൽ നിങ്ങൾ ഇത് ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ തിയറി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പ്രാക്ടിക്കലായ സിനാരിയോസാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്, എങ്കിൽ കൂടെ ഇത് തിയറട്ടിക്കലായിട്ടുള്ളൊരു പേപ്പറാണ്. മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ CA ഫൈനലിലും 100 മാർക്സിന് ഈ ഒരു ഓഡിറ്റിംഗ് പേപ്പർ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തുടക്കം മുതൽ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണം. ആൻഡ് നോർമലി ഓഡിറ്റിംഗ് സബ്ജക്റ്റ് കുറച്ച് അക്കൗണ്ട്സും ലോയും ടാക്സും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. കാരണം നിങ്ങൾക്ക് കുറച്ചൊരു ബേസിക് നോളജ് അക്കൗണ്ട്സിലും ലോയിലും അതുപോലെ ടാക്സിലൊക്കെ ആയതിനു ശേഷമാണ് നമുക്ക് ഓഡിറ്റ് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് തന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നേരെ നിങ്ങൾ സ്റ്റാർട്ടിങ് സമയത്ത് വരുന്നൊരു സബ്ജക്റ്റ് അല്ല ഓഡിറ്റിംഗ്. കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം വരുന്നൊരു സബ്ജക്റ്റാണ് ഓഡിറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഫൈൻ. സോ സിൻസ് എൻ്റെ അടുത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട്, ഞാൻ 2018 CA ക്വാളിഫൈ ചെയ്ത ആളാണ്. 2018 ഞാൻ CA ക്വാളിഫൈ ചെയ്യുന്നത്. 2017 നവംബർ എക്സാം ആയിരുന്നു ഞാൻ ഫൈനൽ എക്സാം എഴുതിയത്. 2018 റിസൾട്ട് വന്നത് ജനുവരിയിൽ. സോ ഐ ക്വാളിഫൈഡ് ഇൻ 2018. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 2 years EY എന്ന് പറയുന്ന ബിഗ് ഫോറിൽ വർക്ക് ചെയ്യായിരുന്നു. 2022 ഞാൻ FAFD എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി. അത് ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയും. സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിലെ ഒരു പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കോഴ്സാണ്. പിന്നെ ഈ വർഷം തുടക്കത്തിൽ ഞാൻ AI for CA എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് അഗൈൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇപ്പം ഞാൻ ലോങ് ഗ്രീൻ എന്ന് പറയുന്ന ദുബായിലും കാലിക്കറ്റും ഓഫീസുള്ള ഒരു കൺസൾട്ടിങ് ഫേമിൽ സീനിയർ പാർട്ണറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഇന്ത്യൻ ഓപ്പറേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ARPS എന്ന് പറയുന്ന ഒരു CA ഫേമിലും പാർട്ണറാണ്. അതും കാലിക്കറ്റും പിന്നെ പോർട്ട് ബ്ലെയറിലാണ് ഓഫീസ് വരുന്നത്. ആൻഡ് CA ചാർട്ടേഡ് അക്കൗണ്ടൻസിനും അതുപോലെ തന്നെ CA ഇൻ്റർ ഫൈനൽ ആളുകൾക്കും, അതുകൂടാതെ ACCAയിലും ഇവിടെ ഞാൻ AA പേപ്പർ ഡീൽ ചെയ്യുന്നുണ്ട്. CMA ഇൻ്ററിനും ക്ലാസ് എടുക്കുന്നുണ്ട്, CMA ഫൈനലിനും എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 7 years ആയിട്ട് സിൻസ് മൈ ക്വാളിഫിക്കേഷൻ, ഈവൻ വെൻ ഐ വാസ് ഇൻ EY ഡ്യൂറിങ് മൈ വീക്കെൻഡ്സ് ഐ യൂസ് ടു ടീച്ച്. സോ ലാസ്റ്റ് 7 years ആയിട്ട് ഈ ഒരു ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് മൈസെൽഫ്. കമ്മിങ് ടു അവർ സബ്ജക്റ്റ്, ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്. ഓഡിറ്റിങ്ങും നമുക്ക് പഠിക്കാനുണ്ട്, എത്തിക്സും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നമ്മളെ ചാപ്റ്റർ 11 എത്തിക്സ് എന്ന് പറയുന്ന കാര്യം ഡീൽ ചെയ്യുന്നത്. ചാപ്റ്റർ നമ്പർ 1 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓഡിറ്റിംഗ് ആണ് കൂടുതലും പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓഡിറ്റിംഗ് എത്തിക്കലായിട്ട് ചെയ്യണം. നമ്മൾ എത്തിക്സ് വിട്ടുകൊണ്ട് ഒരു കാര്യവും ചെയ്യരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഓഡിറ്റിംഗ്. ഞാൻ ക്ലാസ്സിൽ നോർമലി ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രിൻസിപ്പൾ, ഞാൻ ചെയ്ത സാറും ഞാനും ഒരു ഇൻകം ടാക്സ് ഓഫീസിൽ പോയ ഒരു അനുഭവം പറയാറുണ്ട്, ഒരു എക്സ്പീരിയൻസ് പറയാറുണ്ട്. ഞാനും സാറും കൂടെ ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഇൻകം ടാക്സ് ഓഫീസർ ബ്രൈബ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇതിങ്ങനെയാണ് 5 lakh rupees പിന്നെ തരണം എന്ന് അന്നത്തെ. ഇനിയിപ്പോൾ ഇതിലൊരു അലിഗേഷനായി മാറുമെന്ന് അറിയില്ല, എന്നാലും ഇറ്റ്സ് നത്തിങ് ലൈക്ക് വലിയ ഫാക്ട്സ് അല്ലാത്തൊന്നുമില്ല. അതുകൊണ്ട് ലെറ്റ് മീ ഗിവ് ടു യു. അതായത് 5 lakh rupees ബ്രൈബ് ചോദിച്ചു എന്നാണ് പറയുന്നത്.
അതിൽ അവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസർ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ക്ലയൻ്റ് എടുത്ത് 10 lakh rupees ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് 5 lakh മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ സാർ ആക്ച്വലി അതൊരു ടാക്സ് ലയബിലിറ്റി വാസ് അറൗണ്ട് 40 lakh rupees. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു പേ എസ് 5 lakh rupee. അങ്ങനെയാണെങ്കിൽ ഞാനത് മാറ്റർ ക്ലോസ് ചെയ്ത് തരാമെന്നാണ് ഇൻകം ടാക്സ് ഓഫീസർ പറഞ്ഞിരുന്നത്. ഞാനും സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പക്ഷെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇങ്ങനെയാണ് ഇൻകം ടാക്സ് ഓഫീസർ പറയുന്നത്, ഞാൻ ബ്രൈബ് കൊടുക്കാൻ കൂട്ട് നിൽക്കില്ല എന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് 10 lakh rupees ഇൻകം ടാക്സ് ഓഫീസർ ചോദിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരു 5 lakh അയാൾക്കൊരു 5 lakh കൊടുത്തിട്ട് ഇത് മാറ്റർ ക്ലോസ് ചെയ്യാം, പക്ഷേ എനിക്ക് ആ പൈസ വേണ്ട, ഞാൻ ഫീസ് മേടിച്ചോളാം എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ. ഇതാണ് ആക്ച്വലി ലൈഫിൽ ലിവിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ് എനിക്ക് ലൈഫിൽ വന്നത് ഈ ഒരു ആർട്ടിക്ഷിപ്പ് എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പം നമ്മൾ ടാക്സ് ഒന്നും വെട്ടിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു ക്ലയൻ്റാണ്. അപ്പോൾ അവർ ടാക്സ് ഒന്നും വെട്ടിച്ചിട്ടില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ കേസ്, യു ക്യാൻ ഫൈറ്റ് ഇൻ കോർട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം. അതുപോലെ ഇല്ലാതെ ഇങ്ങനെ ബ്രൈബും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്നൊക്കെ സാറൊന്ന് പറഞ്ഞവർക്കുണ്ട്. അപ്പോൾ അതാണ് ഓഡിറ്റിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത്, എത്തിക്കലി നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഏറ്റവും ബേസിക്കായിട്ട് എന്താണ് ഓഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ പരിപാടി. എല്ലാ കമ്പനീസും ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കണം. അപ്പം കമ്പനീസ് ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്താൽ കമ്പനികളെ ഗവൺമെൻറ്റിന് ട്രസ്റ്റ് ഇല്ല. കാരണം അവർ ടാക്സ് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ടോ ടാക്സ് പേയ്മെൻറ്റ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലാത്ത ടേൺ ഓവർ കാണിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പിന്നെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ലീഡിങ് ഇൻഫർമേഷൻസോ മറ്റോ കൊടുക്കുമെന്ന ഒരു ഭയം ആർക്കുണ്ടാവും? കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗവൺമെൻറ് തോന്നിയേക്കാം. അപ്പോൾ ഗവൺമെൻറ് കമ്പനീൻ്റെ അടുത്ത് പറയും, നിങ്ങളിതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിതൊരു ഓഡിറ്റർ എടുത്ത് കൊടുക്കുക. അയാൾ എന്നിട്ട് അവിടെ എന്ത് കണ്ടക്ട് ചെയ്യട്ടെ, ഈ FSൻ്റെ മുകളിൽ ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഓഡിറ്റഡ് FS ആയിട്ട് ഞങ്ങൾക്ക് തന്നാൽ മാത്രം ഞങ്ങളത് എന്ത് ചെയ്യുള്ളൂ, സ്വീകരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളായിട്ട് തന്നാൽ ഓഡിറ്റർ അല്ലാത്ത ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഞങ്ങൾ എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓഡിറ്റർ അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഓഡിറ്റർ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മുകളിൽ ചെയ്യുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മുകളിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യും. ആ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് ഓഡിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ കമ്പനീസ് കൊടുക്കുന്ന FS എന്താണ്? നോർമൽ FS, ഓഡിറ്റഡ് FS ആണ്. അതാരും അക്സെപ്റ്റ് ചെയ്യൂല, ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ അതൊരു CAയുടെ അടുത്തേക്ക് വരുന്നേരം ആ CA അത് ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവരെന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ആസ് ആൻ ഓഡിറ്റർ നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മളിവിടെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണം ഓഡിറ്റ്, എത്തിക്കലായിട്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിൽ നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 11 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ 30 സ്റ്റാൻഡേർഡ്സും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന പോലെ ഇവിടെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ SA എന്നാണ് പറയുക. അത് നമ്മൾ സെപ്പറേറ്റ് ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെപ്പറേറ്റ് വേറെ ചാപ്റ്റേഴ്സ് ആയിട്ടല്ല, ഈ 11 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആകുന്നതിൻ്റെ കൂടെ നമുക്ക് എന്തും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും, ഈ 30 സ്റ്റാൻഡേർഡ്സും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എത്തിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രൊഫഷണലി നമുക്ക് എത്തിക്സ് ഉണ്ടാവണം, പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടാവണം. ഓക്കെ, അഗെയിൻ ലെറ്റ് മീ ടെൽ യു, I'll just show you a news clip or just a photo. Okay, nothing political in it, just to give you an idea. ഇത് നോക്കുകയാണെങ്കിൽ ഗോവ ഹെൽത്ത് മിനിസ്റ്റർ മൂപ്പർ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് അറിയാണ് അവിടെയുള്ള ഒരു സീനിയർ ഡോക്ടർ ഒരു കാഷ്വാലിറ്റിയിലുള്ള
ഒരു പേഷ്യൻറ്റിന് എന്ത് കൊടുത്തിട്ടില്ല, മെഡിസിൻ കൊടുത്തിട്ടില്ല എന്നൊരു കംപ്ലൈൻറ്റ് കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ഹെൽത്ത് മിനിസ്റ്റർ നേരെ ഈ ഒരു കാഷ്വാലിറ്റി വാർഡിലേക്ക് പോകുന്നു. ആരാണ് ഇവിടെ ഇൻചാർജ് ഉള്ള CMO എന്ന് വിളിക്കുന്നു, അല്ലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആരാന്ന് വിളിക്കുന്നു. അയാളെ ഓൺ ദ സ്പോട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. ലാസ്റ്റ് വീക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. എഗെയിൻ ഐ എം ടെല്ലിങ് യു ദർ ഈസ് നോ പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു വാട്ട് ഇസ് പ്രൊഫഷണൽ എത്തിക്സ്. അപ്പോൾ ഒരു മിനിസ്റ്ററായ ഒരാൾ എന്ത് കേൾക്കുകയാണ്, അവിടെ എമർജൻസിയിലുള്ള ഒരു പേഷ്യൻറ്റിന് മരുന്ന് ലഭിച്ചിട്ടില്ല എന്നൊരു കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ അയാൾ അതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായതുകൊണ്ടോ എന്തോ അയാൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ നോക്കാം. ലാസ്റ്റ് ജൂൺ 9-നോ 8-നോ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അയാൾ നേരെ ഇവിടെ പോകുന്നു. ഇയാളാണ് അവിടുത്തെ ചീഫ് മെഡിക്കൽ ഓഫീസർ. അയാൾ എന്ത് ചെയ്യുന്നു, ഓൺ ദ സ്പോട്ട് സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നു. ബട്ട് ലേറ്റർ അവിടെ ഒരു മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ രോഗി അവരൊരു എമർജൻസി പേഷ്യൻ്റ് ആയിരുന്നില്ല. അവരൊരു വിറ്റമിൻ B12 എന്ന് പറയുന്ന ഒരു വിറ്റമിൻ്റെ ഇഞ്ചക്ഷൻ വേണം, വിറ്റമിൻ B12 എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ വേണം എന്നും പറഞ്ഞ് അവിടെ വന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ മദറിന് വിറ്റമിൻ B12 ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഇഞ്ചക്ഷൻ കാഷ്വാലിറ്റിയും തരാൻ വേണ്ടി പറ്റില്ല. അത് നിങ്ങൾ ഔട്ട് പേഷ്യൻ്റ് വാർഡിൽ വന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് തരണം. ഇതൊരു എമർജൻസി വാർഡാണ്. ഇവിടെ ആക്സിഡൻ്റ് ആയവരോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്യജീവികൾ ആക്രമിച്ചിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ഷോക്കേറ്റവരോ അങ്ങനെ എമർജൻസി സിറ്റുവേഷൻ ഡീൽ ചെയ്യാനുള്ള വാർഡാണ്. ഇതല്ലാതെ വൈറ്റമിൻ കൊടുക്കുന്ന വാർഡല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതാണ് ഞങ്ങൾക്ക് ചികിത്സ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഗോവ ചീഫ് ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നത്. ബട്ട് ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ ആ വീഡിയോൻ്റെ അകത്ത് ആക്ച്വലി ഹെൽത്ത് മിനിസ്റ്റർ ഭയങ്കര റൂഡായിട്ടാണ് ഇയാളുടെ സംസാരിക്കുക ചെയ്യുന്നത്. ആൻഡ് ഈസ് എ വെരി സീനിയർ പേഴ്സൺ ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ. അപ്പം ഡോക്ടേഴ്സ് എന്ത് ചെയ്തെന്ന് അറിയാമോ, ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങളെ ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്ത ഒരു ഗവൺമെൻറ് അഗെയിൻസ്റ്റ് ഞങ്ങൾ സ്ട്രൈക്കിന് പോവുകയാണ്. ഇനി ഞങ്ങളിവിടെ എന്ത് ചെയ്യൂല, ഒരു ഡോക്ടേഴ്സും വർക്കില്ല, ഇയാൾ മാത്രം വർക്കില്ല എന്നല്ല പറഞ്ഞത്, ഒരു ഡോക്ടേഴ്സും വർക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഈ ഡോക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു യൂണിറ്റി നമ്മൾ കാണുന്നത്. എസ്പെഷ്യലി ഡോക്ടേഴ്സിൻ്റെ ഇടയിലും അഡ്വക്കേറ്റ്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റി കാണാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻഡ് ഈസ് ഹെൽത്ത് മിനിസ്റ്റർ എന്ത് ചെയ്തു, ഐ അപ്പോളജൈസ് ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ്, ഞാൻ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് വേണ്ടി നിലനിന്നാണ്. ബട്ട് ഡോക്ടറിൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത് അയാൾ വീഡിയോയിലാണ് അയാൾ അപ്പോളജി ചെയ്തത്, എന്നെ എവിടെയാണോ നിങ്ങൾ വന്ന് എന്നെ അടുത്ത് ചൂടായത് അവിടെ വന്ന് വരണം എന്നൊക്കെ പറയുന്നു. പിന്നീട് ചീഫ് മിനിസ്റ്റർ ഇതിൽ ഇടപെടുന്നു. അവസാനം ഇതൊരു സൊല്യൂഷൻ ഇപ്പോഴും ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. ബട്ട് മൈ പോയിന്റ് ഇസ്, ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്കൊരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അതായത് കാഷ്വാലിറ്റി വാർഡിൽ നമ്മൾ കാഷ്വാലിറ്റീൻ്റെ അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻറ്റ് കേസുകളാണ് ഡീൽ ചെയ്യേണ്ടത്. അതുപോലെ ഞങ്ങളെ പബ്ലിക്കായിട്ട് ഹ്യൂമിലേറ്റ് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് സ്ട്രൈക്കിന് പോകാം. അങ്ങനെ പ്രൊഫഷണലായിട്ട് അവരൊരു എത്തിക്സ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഡെക്കോർ അവർ കീപ്പ് ചെയ്യും. സിമിലർ ആണ് അഡ്വക്കേറ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒരു പോലീസ് ഓഫീസർ മോശമായിട്ട് പെരുമാറിയപ്പോൾ അത് പിന്നീട് ഒരു കേസായപ്പോൾ ആ പോലീസ് ഓഫീസറിന് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലും വരാത്ത സിറ്റുവേഷൻ ഉണ്ടായി. ഇങ്ങനെ അവരുടെ വർക്ക് എത്തിക്കിൻ്റെ ഭാഗമായിട്ട് അവർ ചില കാര്യങ്ങളിൽ അവരുടെ പ്രൊഫഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സിമിലർലി ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇതിലൊരു എക്സെപ്ഷൻ അല്ല. ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇതിനടുത്തും എന്ത് എക്സ്പെക്റ്റഡ് ആണ്, ചില ക്വാളിറ്റികൾ എക്സ്പെക്റ്റഡ് ആണ്. അതിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. അയാൾ ഒരിക്കലും ബയാസ്ഡ് ആയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അയാൾ പാർഷ്യലായിട്ട് ഒരു ഭാഗത്ത് നിൽക്കരുത്. അതായത് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടിയ ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് നോക്കിയതിന് ശേഷം അതിനെപ്പറ്റി ഒരു ഒപ്പീനിയൻ പറയുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യലൊന്നും ഒരു CA അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ റോളല്ല. ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് നിയമങ്ങൾ പാലിച്ചു കൊണ്ടാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ടാക്സ് ഒക്കെ കൃത്യമായിട്ട് ഡെറ്റ് ചെയ്തുകൊണ്ടാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പാലിച്ചു കൊണ്ടാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള അഭിപ്രായം, ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റർ അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓഡിറ്റർ വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഓഡിറ്ററിൻ്റെ പേര് തന്നെ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റർ എന്നാണ് പറയുക. അല്ലാതെ ഓഡിറ്റർ ഇപ്പോൾ എൻ്റെ ഫാദർ ചെയ്യുന്ന ബിസിനസ് പോയിട്ട് ഓഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ ഫാദർ ഇപ്പോൾ എന്ത് വലിയ ബിസിനസ് ടൈക്കോണാന്ന് പറഞ്ഞാലും അവിടെ പോയി ഓഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അവിടെ എൻ്റെ എന്ത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻസ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഗവൺമെൻറ്റിലേക്ക് കണക്കുകൾ കൊടുക്കുന്ന സമയത്ത്
എനിക്കൊരു ബന്ധമില്ലാത്ത ഒരാളെ, അല്ലെ എന്നെ ഏതെങ്കിലും രീതിയിൽ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് കണക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലാതെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുടെ കണക്കുകൾ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ചെക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഇൻറ്റഗ്രിറ്റിയോടുകൂടി എന്ത് ചെയ്യണം, നമ്മളുടെ വർക്ക് ചെയ്യണം എന്നാണ് എത്തിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ അടുത്ത് എക്സ്പെക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഫാക്ട്സും ഫിഗേഴ്സും മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ എത്രയാണോ നമ്മളുടെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് ആ എമൗണ്ട് ഒന്നും തെറ്റിക്കാതെ, അല്ലെങ്കിൽ കണക്കുകളൊക്കെ കൃത്യമായി നോക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വോട്ട് ചെയ്യാൻ. അല്ലാതെ നമുക്ക് അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് അയാളുടെ സെയിൽസ് കുറച്ച് കൂട്ടി കാണിക്കാം, എനിക്ക് അറിയുന്ന ആളാണ് അതുകൊണ്ട് അയാളുടെ ടാക്സ് ഞാൻ കുറച്ച് റിഡ്യൂസ് ചെയ്ത് കാണിക്കാം, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. ഫാക്ട്സ് മനസ്സിലാക്കിയിട്ട്, ഫിഗേഴ്സ് മനസ്സിലാക്കിയിട്ട്, കൃത്യമായ ജഡ്ജ്മെൻറ്റോടുകൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, അയാളുടെ പ്രൊഫഷണൽ ആക്ടിവിറ്റി ചെയ്യണം. അതും അയാളുടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. പ്രൊഫഷണൽ കോമ്പീറ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥ, ഒരാൾക്കൊരു കാർഡിയോളജി പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങളപ്പോൾ ജസ്റ്റ് ഒരു MBBS പാസ്സായ ഒരു ഡോക്ടറെ അടുത്താണോ പോവുക, അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്താണോ പോവുക? കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും അല്ലേ. അതുപോലെ കാർഡിയോളജി തന്നെ നിങ്ങളെ അടുത്തൊരു ഡോക്ടർ ഉണ്ട്, അയാൾ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടേ ഉള്ളൂ, വേറൊരു ഡോക്ടർക്ക് 15 years ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആരെടുത്ത് പോകും? അപ്പോൾ എക്സ്പീരിയൻസ്, സ്കില്ല്, അതായത് നമുക്ക് കോമ്പീറ്റൻ്റ് ആയ ഒരാളെ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ കോമ്പീറ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ വർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഏറ്റെടുക്കാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സോ ഹീ ഷുഡ് പെർഫോം വർക്ക് വിത്ത് ഡ്യൂ professional care, qualification and experience is required. Auditor should have completed adequate training. Auditor should have post qualification experiences if required. അപ്പം കൃത്യമായിട്ട് ട്രെയിനിങ് ഉള്ള, സ്കില്ലുള്ള, ക്വാളിഫിക്കേഷൻ ഉള്ള, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള കേസിൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു വർക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. പിന്നെയുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. ആക്ച്വലി ആസ് ആൻ ഓഡിറ്റർ ഒരാൾക്ക് കുറേ കാര്യങ്ങളിൽ ആക്സസ് ഉണ്ടാവും, ഒത്തിരി കാര്യങ്ങളിൽ അയാൾക്ക് ആക്സസ് ഉണ്ടാവും. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ, രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാകുമ്പോൾ അയാൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ആസ് ആൻ ഓഡിറ്റർ നമുക്കൊരു സ്ഥാപനത്തിലെ കുറേ കാര്യങ്ങളിൽ ഇൻഫർമേഷൻ ലഭിക്കും, ആ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വെക്കണം. സോ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യ സ്വഭാവമുള്ള ഒത്തിരി കാര്യങ്ങൾ ആസ് ആൻ ഓഡിറ്റർ നമുക്ക് ലഭിക്കും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പബ്ലിക് ആക്കരുത്, പബ്ലിക്കിൽ പോയി പറയരുത്. അതേസമയം ഓൾറെഡി പബ്ലിക്കിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ, കോടതി ചോദിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫിക്കലി പെർമിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 3 സിറ്റുവേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോൺഫിഡൻഷ്യൽ ആയ കാര്യങ്ങൾ പുറത്ത് പറയാൻ വേണ്ടി പറ്റും. ഓൾറെഡി പബ്ലിക്കിലുള്ള ഒരു കാര്യമാണ്, പബ്ലിക്കിലുള്ളൊരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കും, നമുക്ക് പബ്ലിക്കിന് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് വോൾവോയും മെഴ്സിഡസ് ബെൻസ് എല്ലാം പോലുള്ള പിന്നെ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അവരുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഓൾറെഡി അവരുടെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി പബ്ലിക്കിന് അറിയുന്ന കാര്യമാണ്, അതൊരു രഹസ്യ സ്വഭാവമുള്ള കാര്യം, ഒരു സീക്രട്ട് സ്വഭാവമുള്ള കാര്യങ്ങളാണ്, പബ്ലിക് ആക്കിയ കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് എന്തില്ല, പ്രശ്നമില്ല. അതുപോലെ തന്നെ കോടതിയിൽ നിന്നും ജഡ്ജ് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്നോ, അല്ലെങ്കിൽ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഒരു കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രഹസ്യഭാവമുള്ള ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട് പുറത്ത് പറയാൻ വേണ്ടി, ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുറത്ത് പറയാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങളൊരു ഹോസ്പിറ്റൽ ഓഡിറ്റ് ചെയ്യുകയാണ്, അവിടെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സർജൻ ഉണ്ട്, അയാൾ ക്വാളിഫൈഡ് അല്ല, അയാൾ പഠിച്ചിട്ടുണ്ട്, ക്വാളിഫൈഡ് അല്ല. ഈ വിവരം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പുറത്ത് പറയാം. കാരണം എന്താ, അത് പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്ത് പറയാം. ഈവൺ ദോ അതൊരു പബ്ലിക് ഇൻഫർമേഷൻ അല്ലെങ്കിലും, ഈവൺ ദോ ഇപ്പം അത് കേസായിട്ടില്ലെങ്കിലും, ഈവൺ ദോ അവർ നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടില്ലെങ്കിൽ പോലും പബ്ലിക്കിൻ്റെ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പുറത്ത് പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോൺഫിഡൻഷ്യാലിറ്റിയിലുള്ളത്. ആൻഡ് ലാസ്റ്റ് പോയിൻ്റാണ് പ്രൊഫഷണൽ ബിഹേവിയർ.
പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സപ്പോസ് GST ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളോ അല്ലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളൊക്കെ നിങ്ങളടുത്ത് എന്തെങ്കിലും ഒരു ഈ വിവരം ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യണം? പ്രോപ്പർ സമയത്തിനുള്ളിൽ അതിനെപ്പറ്റിയുള്ള റെസ്പോൺസിബിൾ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ഇല്ലാതെ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാതെ അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതൊന്നും എന്തല്ല ഒരു ശരിയായ കാര്യമല്ല. അപ്പോൾ ഒരു ഓഡിറ്റർ എന്നുള്ള ലെവലിൽ നിങ്ങളടുത്ത് ഒരു ഇൻകം ടാക്സ് അതോറിറ്റിയോ GST അതോറിറ്റിയോ അതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയോ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഡോക്യുമെൻറ്റ്സോ ചോദിച്ചാൽ ഇപ്പോൾ ഇവൻ ICAI ചോദിച്ചാണെങ്കിലും നിങ്ങൾ ഒരു കൃത്യസമയത്തിനകം ഒന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സമയം തന്നാൽ ഞാനത് ശരിയാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലൊരു സമയം മേടിക്കുക. അതായത് അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണോ? അഡ്രസ്സ് ചെയ്യണോ, അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കണം എന്നുള്ളതാണ് പ്രൊഫഷണൽ ബിഹേവിയർ സംസാരിക്കുന്നത്. ക്ലിയർ ആണോ? ഫൈൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കമ്പനി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? പലർക്കും ഒരു ധാരണ ഉണ്ട്, ഓഡിറ്റർ ആണോ പ്രിപ്പയർ ചെയ്യേണ്ട ആള്? ഒരിക്കലും അല്ല കേട്ടോ. ഓഡിറ്റർക്ക് ഇവർ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഒപ്പീനിയൻ പറയലേ ഉള്ളൂ. ഇല്ലാതെ ഒരിക്കലും എന്തില്ല, അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ റോളല്ല, ഓഡിറ്റർ റോളല്ല. ഇറ്റ് ഈസ് ദ റോൾ ഓഫ് മാനേജ്മെൻറ്റ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റോളും അല്ല. കാരണം ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ ദിവസവും കമ്പനിയിലെ ആൾക്കാരല്ല. അവർ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഈ കമ്പനി നടത്താനുള്ള ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും? മാനേജ്മെൻറ്റ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. സോ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ മുകളിൽ ഒപ്പീനിയൻ പറയാന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി. ഫൈൻ. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, നോട്ട്സ് ടു അക്കൗണ്ട്, ഓൾ ഓഫ് ദീസ്. ഇറ്റ്സ് ഓൾ ഓഫ് ദി അബവ്. എല്ലാം വരും. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമാണ്. ഫൈൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓഡിറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ? അഗെയിൻ ഇത് ഒരു മിസ്കൺസെപ്റ്റ് ആണ്. ഓഡിറ്റർ വന്നിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഫ്രോഡും ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഫ്രോഡ് ഇല്ലാതിരിക്കേണ്ട ഉത്തരവാദിത്തം, പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? മാനേജ്മെൻ്റെതാണ്. സെക്കൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് ആരുതുള്ളൂ? ഓഡിറ്ററുടെ ഒപ്പീനിയൻ എന്താണ്? അയാളുടെ വർക്ക് എന്ന് വെച്ചാൽ ഒപ്പീനിയൻ പറയുക. ആ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ടാണ്, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ടല്ല, അങ്ങനെ ഒപ്പീനിയൻ പറയാന്നുള്ളതാണ് അയാളുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. ഇല്ലാതെ അവിടെ ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡും കാര്യങ്ങളൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ക്വസ്റ്റ്യൻ കൊണ്ട്, ഓഡിറ്റർ മസ്റ്റ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി സബ്ജക്ട് ടു സം എക്സെപ്ഷൻ. ഓഡിറ്റർ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. കുറച്ച് എക്സംഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, പബ്ലിക് ഡൊമൈനിൽ ഇൻഫർമേഷൻ കിട്ടുന്നതാകാം, കോടതിയിൽ നിന്ന് ചോദിക്കുന്നതാകാം, അല്ലെങ്കിൽ സ്പെസിഫിക് പെർമിഷൻ. സോ ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? സോ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓഡിറ്റിൽ പഠിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു പോയിന്റ് കൂടെ നോക്കുകയാണെങ്കിൽ, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് PL, ബാലൻസ് ഷീറ്റ്, ബട്ട് നോട്ട് ടു അക്കൗണ്ട്. നോട്ട്സ് ടു അക്കൗണ്ട്സ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട്സ് ടു അക്കൗണ്ട് ഓൾസോ. ഓക്കെ, ഫൈൻ. സോ പിന്നെ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ലൈക്ക് കമ്പൽസറി ഓഡിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വോളണ്ടറി ഓഡിറ്റ് ഉണ്ട്. ഈ കമ്പൽസറി ഓഡിറ്റ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് അല്ലെങ്കിൽ കമ്പനി ആയിക്കോട്ടെ, സ്റ്റാറ്റുട്ടറി ബോഡി ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഇവരൊക്കെ അവരുടെ സ്റ്റാറ്റുട്ടറി ഒബ്ലിഗേഷൻ എന്നുള്ള ലെവലിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഓഡിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഡിറ്റ് റിക്വയർഡ് അണ്ടർ ദ ലോ അല്ലെങ്കിൽ മാൻഡേറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ വോളണ്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് എന്തല്ല, നിർബന്ധമായ കാര്യമൊന്നുമല്ല. സോൾ പ്രൊപ്പറേറ്റേഴ്സ്, പാർട്ണർഷിപ്പ് ഫേം, ഹിന്ദു അൺഡിവൈഡ് ഫാമിലി തുടങ്ങിയ ടീമുകളൊക്കെ നിർബന്ധമായിട്ട് കൊണ്ട് ചെയ്യുന്ന ഓഡിറ്റ് അല്ല. അവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഫൈൻ. സോ ലെറ്റ് മീ ടെൽ യു വൺസ് അഗൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി ചെറിയൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അതിലിപ്പോൾ നമ്മൾ ചാപ്റ്റർ നമ്പർ 11 കുറച്ച് ടോപ്പിക്സ്, എത്തിക്സിലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ 10 നോക്കുകയാണെങ്കിൽ അവിടെ ബാങ്ക് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. 9 നമ്മൾ സ്പെഷ്യൽ ഓഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള ഓഡിറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഒപ്പീനിയനാണ് നമ്മൾ പറയേണ്ടതെന്നുള്ളതാണ്. 7 വന്നിട്ട് കംപ്ലീഷൻ ആൻഡ് റിവ്യൂ എന്നുള്ളതാണ്. 6 വന്നിട്ട്
എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ വന്നിട്ട് FS ഓഡിറ്റാണ്. ഇതിൽ നമ്മൾ വന്നിട്ട് ഓഡിറ്റ് എവിഡൻസ് ആണ്. ആൻഡ് തേർഡ് ആണ് നമ്മൾ വന്നിട്ട് റിസ്ക് എന്നുള്ള ചാപ്റ്ററാണ്. സെക്കൻഡ് വന്നിട്ട് ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്ലാനിങ് എന്നാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ വന്നിട്ട് നാച്ചുറൽ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫസ്റ്റ് ചാപ്റ്റർ. ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് കൂടാണ്ട് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഇതാണ് ഒരു ഔട്ട്ലൈൻ കേട്ടോ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്ന് മാത്രം. സോ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് ആൻ ഓഡിറ്റർ നമ്മളെടുത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓക്കെ, കമ്പനീസിന് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് കൊടുക്കണം. എന്നാൽ അവർ നേരെ കൊണ്ടുപോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യൂല, ഗവൺമെൻറ് അത് അക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ നമ്മളുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ആർക്ക് കൊടുക്കുന്നു? അപ്പം ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഓഡിറ്റർക്കില്ല. ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? അത് ചെക്ക് ചെയ്തിട്ട് ഓഡിറ്റർ അസസ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു, അവിടെയുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു 11 ചാപ്റ്റേഴ്സിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അത് എത്തിക്കലായിട്ട് വേണം അയാൾ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് ആണ് നമ്മളുടെ സബ്ജക്റ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഓഡിറ്റിംഗ് ആണ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യണം? അത് എത്തിക്കൽ മാനറിൽ നമ്മൾ ചെയ്യണം. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ വന്ന് പഠിക്കാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾ എവിടെയുള്ള കുട്ടികളാണെങ്കിലും പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ CA ഇൻ്റർവ്യൂ പാസ്സാവാനും നല്ല ഒരു ഓഡിറ്റേഴ്സായി മാറിയിട്ട് നമ്മളൊരു നാഷണൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഫാമിലീൻ്റെ നല്ലൊരു ഒരു ലൈഫ് ചേഞ്ചിങ് ആൾക്കാരായി മാറാറ്റും അങ്ങനെ ഒരു 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 അസറ്റായി നിങ്ങൾ മാറട്ടെ. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളെപ്പോലെയുള്ളവരോടുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് നല്ല ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്, നല്ല ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ എക്സാം വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവാം, ജോയിൻ ചെയ്യാനുള്ള കുട്ടികളുണ്ടാകാം. സോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ് ആൻഡ് സീ യു ഓൾ someday.